യുദ്ധം തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമായിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോകുമെന്ന നിർണായക പ്രവചനങ്ങൾ വരെ നടന്നിരിക്കുന്നു. ഇത് ഇങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ സാഹചര്യം എന്തായിരിക്കും? അഞ്ജന, ഇതിൽ നിർണായകമായ പ്രവചനമല്ല, നിർണായകമായ തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. അതായത് ട്രംപ് പ്രവചനത്തിൻ്റെ ആളാണ്. അദ്ദേഹം പലതവണയായിട്ട് യുദ്ധം പെട്ടെന്ന് തീരും, അതായത് പരിമിതമായ യുദ്ധമായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ യുദ്ധം തുടങ്ങി പറഞ്ഞു അതിവേഗത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 3-4 ആഴ്ചയെങ്കിലും യുദ്ധം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ 8 ആഴ്ചയെങ്കിലും വേണം ഇറാനെ കീഴ്പ്പെടുത്താൻ എന്ന നിലയിലേക്ക് ട്രംപ് തൻ്റെ പ്രവചനങ്ങൾ മാറ്റുകയാണ്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റുകയാണ്. അതായത് 2 മാസം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, 2 മാസക്കാലം പശ്ചിമേഷ്യയെ കൊടിയ ദുരിതത്തിലേക്കും ആശങ്കയിലേക്കും ഭീതിയിലേക്കും കഷ്ടനഷ്ടങ്ങളിലേക്കുമൊക്കെ തള്ളിവിടുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് വളരെ സിമ്പിളായിട്ട് അങ്ങ് പറയുകയാണ്. ഇറാൻ്റെ ആയുധശേഷി നശിപ്പിച്ചു, ഇറാൻ്റെ മിസൈൽ ശേഷി നശിപ്പിച്ചു, ഇറാൻ ഇനി പൊങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് ഒരു വാർത്തകളും പുറത്തു വരാത്തതുകൊണ്ട് നമ്മൾ അറിയാൻ വൈകുന്നതാണ് ഇതൊക്കെ. ശരിയാ, കാരണം ഇറാന് സംഭവിക്കുന്നത് മാത്രമേ ഇപ്പൊ പുറത്തോട്ട് പുറം ലോകം അറിയുന്നുള്ളൂ. അത് മറ്റാരുമല്ല, അമേരിക്ക ഇസ്രായേലും ഒക്കെ പുറത്തു വിടുന്നത് തന്നെയാണ്, പുറത്തുവിടുതൽ അവകാശപ്പെടുന്നതാണ്. അതായത് ട്രംപ് ഒരു മിസൈൽ അയച്ചിട്ട് പറയുന്നത് ഇറാന്റെ 1000 കേന്ദ്രങ്ങൾ തകർന്നു, 2000 കേന്ദ്രങ്ങൾ തകർന്നു, ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് പാഡ് തകർന്നു എന്ന് മിനിഞ്ഞാന്ന് അമേരിക്ക അവകാശപ്പെട്ടത്. അതായത് ഇറാൻ ഇനി മിസൈലുകൾ അയക്കാൻ കഴിയില്ല, മിസൈൽ പാഡുകൾ ലോഞ്ചിങ് പാഡുകൾ മുഴുവൻ അമേരിക്ക അവസാനിപ്പിച്ചുവെന്ന് അവർ അവകാശപ്പെട്ടിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളിലേക്ക് വേറെ ആക്രമണങ്ങൾ, അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ വേറെ, അതിൻ്റെ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ തോതിൽ അമേരിക്കയുടെ റഡാറുകൾ, അതായത് ഈ അമേരിക്കൻ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഡ്രോണുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടെത്തുന്ന റഡാറുകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ കടുത്തുകൊണ്ടിരിക്കുകയാണ്. IDF ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ ടെല്ലവീവിലെ ഒക്കെ വലിയ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് വാർത്തകൾ നൽകി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മലയാള മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ ഇപ്പോൾ അത്തരം വാർത്തകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു, ഇറാനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അതെ, ഏത് ഒരിടത്ത് തിരിച്ചടികൾ നേരിടുമ്പോൾ അമേരിക്കയുടെ ട്രംപ്, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് മറ്റൊന്നാണ്. ഇറാന്റെ നേവിയും എയർഫോഴ്സും ഒക്കെ പൂർണ്ണമായി തകർത്ത് തിരിച്ചടികൾ കിട്ടാത്ത വിധം ഇറാനെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ട്രംപിന്റെ മുന്നിലുള്ളത്. അങ്ങനെ ട്രംപ് പറയുമ്പോൾ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ട്രംപ് എന്ന് പറഞ്ഞാൽ ട്രംപിനെ വിശ്വസിക്കുന്ന ആളുകൾ, ട്രംപ് പറയുന്നതൊക്കെ ഇപ്പോൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചിട്ട് ഇവരുടെ ആയുധങ്ങൾ എവിടേക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലും അമേരിക്കയ്ക്ക് കൃത്യമായി സാധിച്ചിട്ടില്ല. അതിപ്പോൾ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചായാലും മറ്റ് ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടായാലും ചാരന്മാരെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇറാൻ്റെ ആണവശേഷി ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും, ഇറാന് ആണവ ബോംബുകൾ ഇറാൻ്റെ പക്കലുണ്ടോ, ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടോ, വ്യക്തതയില്ല. ഉണ്ടാകാം എന്നാണ് പറയുന്നത്, ഇല്ലയോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇത് എവിടേക്കാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു പിടിയുമില്ല. കാരണം അമേരിക്ക തുടക്കം മുതലേ പറയുന്നത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, മിസൈലുകൾ തകർത്തു, ഇറാൻ്റെ ശക്തി കുറയുകയാണെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇറാൻ ഏറ്റവും പുതിയ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്ന വാർത്തയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്നത്. അതായത് അമേരിക്ക ഇറാൻ തീർന്നു എന്ന് പറയുമ്പോൾ ഇറാൻ അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോവാണ്. ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് വീട് പലയിടത്ത് ചിതറിത്തെറിക്കുന്ന 8 കിലോമീറ്റർ റേഡിയസിൽ. ഇപ്പോൾ ടെല്ലവീവിൽ കഴിഞ്ഞ ദിവസം വീണ ഒരു ക്ലസ്റ്റർ ബോംബിൻ്റെ സ്വഭാവം ആ ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ വാർത്ത എന്ന് പറയുന്നത് ഈ മിസൈൽ വീണ് കഴിഞ്ഞാൽ 8 കിലോമീറ്റർ പരിധിയിലേക്ക് 20 എണ്ണമായിട്ട്, ഒരു ബോംബ് താഴെ വീണാൽ അത് 20ൻ്റെ ഇരട്ടികളായിട്ട് സ്പ്രെഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരൊറ്റ ബോംബ് ഉണ്ടെങ്കിൽ തന്നെ 8 കിലോമീറ്റർ പരിധിയിൽ ഒരു ബോംബ് വെച്ച് 20 കിലോമീറ്റർ പരിധി, 20 ബോംബുകൾ പലയിടങ്ങളിലായിട്ട് ചിതറിപ്പോകുന്നു. അപ്പോൾ അത്രയും മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്. എപ്പോൾ ഇറാൻ്റെ മുഴുവൻ ശേഷിയും തകർത്തു എന്ന് ഇസ്രായേലും അമേരിക്ക അവകാശപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇറാൻ്റെ നാവിക കേന്ദ്രങ്ങൾ, വ്യോമ കേന്ദ്രങ്ങളൊക്കെ തകർത്തു എന്ന് അമേരിക്ക പറയുന്നു, 100% തകർക്കുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം പറയുന്ന വാർത്ത എന്താ? ഹോർമുസ് കടലിടുക്കിൽ അടുത്ത കപ്പലിന് തീ പിടിച്ചു. അമേരിക്കയുടെ ഡിസ്ട്രോയർ കപ്പലുകൾ തകർത്തു. USS എബ്രഹാം ലിങ്കൺ പദ്ധതി ഉപേക്ഷിച്ച് മുങ്ങി, അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒപ്പം ഹിസ്ബുള്ളയുടെ 45,000 മിസൈലുകളുമായിട്ട് ഹിസ്ബുള്ളയുടെ പടക്കപ്പൽ ഹോർമുസ് കടലിടുക്കിൽ ലോഞ്ച് ചെയ്തു. ഇറാൻ്റെ ഏറ്റവും പുതിയൊരു പടക്കപ്പൽ
ഹോർമുസ് കടലിടുക്കിൻ്റെ മറ്റൊരു വശത്തെ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇവർ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 42 മണിക്കൂർ മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക എല്ലാവിധ പിന്തുണയും കൊടുക്കും, ഞങ്ങൾ കൂടെയുണ്ട് എന്ന്. എന്നിട്ട് ഒരൊറ്റ കപ്പൽ ഈ 1.5 ദിവസമായിട്ട് അമേരിക്കയുടെ പിന്തുണയിൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. വലിയ ചോദ്യമാണെന്നേ. ഇറാൻ തകർന്നു, തീർന്നു, ഇറാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇറാൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ മുന്നോട്ട് വിടാനായിട്ട് അമേരിക്കക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങൾ യുദ്ധം ജയിച്ചു നിൽക്കുകയാണ്, ഞങ്ങൾ ഇറാനെ പിടിച്ചെടുക്കുകയാണ്, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, ഞങ്ങൾ തീരുമാനിക്കുന്നതേ നടക്കൂ എന്ന നിലയിൽ ലോകം മുഴുവൻ ഒരു അവബോധം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിച്ച് ലോകത്തെ പേടിപ്പിക്കാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊന്നും പരിപൂർണമായി അമേരിക്കയും ഇസ്രായേലും വിജയിച്ചു എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഇറാൻ തന്ത്രപരമായി അവരുടെ ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. ആ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ എണ്ണ വിപണി തന്നെയാണ്. ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന തന്ത്രപരമായ നിലപാട് എന്താ? ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഹിസ്ബുള്ളയെ കളത്തിലിറക്കുന്നു, ഹൂത്തികളെ കളത്തിലിറക്കുന്നു. ഹൂത്തികളാണ് 45,000-ഓളം മിസൈലുകളുമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൂത്തികളുമുണ്ട്, ഹിസ്ബുള്ളയുടെ പക്കലുമുണ്ട് മിസൈലുകൾ. അപ്പോൾ ഈ ഇറാൻ്റെ സൈനിക ശേഷി അവിടെ പ്രയോഗിക്കുന്നു, അവരുടെ പടക്കപ്പലും വരുന്നു. ഈ പടക്കപ്പലുകളിൽ നിന്നിട്ട് ഹോർമുസ് കടലെടുക്ക് അവർ നിയന്ത്രിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എണ്ണ കൊണ്ടുപോകുന്ന പാതയാണ് ഈ ഹോർമുസ് കടലെടുക്ക്. ഇത് അടച്ചു കഴിയുമ്പോൾ എണ്ണ വിൽക്കുന്ന രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയാതെ വരും, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടാതെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവിടെ കടുത്ത പ്രതിസന്ധി, എന്താണ്, വിലക്കയറ്റവും എണ്ണക്ഷാമവും രൂക്ഷമാവും. സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ യുദ്ധം നിർത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തും. അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് അമേരിക്ക തുറന്നു കൊടുക്കേണ്ടി വരും. അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് എന്ത് പണി ചെയ്താലും ഹോർമുസ് കടലെടുക്കിലെ ബ്ലോക്ക് നീക്കാൻ കഴിയില്ല. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ സമയത്ത് ഹൂത്തികൾ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പ് ചെങ്കടലടച്ചു. അന്ന് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്ക നാറ്റോ സഖ്യങ്ങളെ മുഴുവൻ ചേർത്ത് പടക്കപ്പലുകൾ അങ്ങോട്ട് അയച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ കപ്പലുകളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആരോടും മിണ്ടാതെ അമേരിക്ക കപ്പലുകൾ തിരിച്ചു കൊണ്ടുപോയി. മറ്റൊരു കപ്പൽ ഇതേ ലക്ഷ്യവുമായി അപ്പുറത്തോ നങ്കൂരം ഇട്ടിരുന്നു, അത് പണിക്ക് പോലും ഇറക്കാണ്ട് അതും തിരിച്ചു വിട്ടു. ഇപ്പോൾ ഏതാണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ ട്രംപ് USS അബ്രഹാം ലിങ്കൺ കപ്പലിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ ട്രംപിൻ്റെ പ്രസ് മീറ്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ ഇറാൻ്റെ നാവികസേനയെ തകർക്കും, വ്യോമസേനയെ തകർക്കും, ഇറാന് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയില്ല, ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ എവിടെയും ഈ USS അബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ കുറിച്ച് പറയുന്നില്ല. USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന വേറൊരു കപ്പലുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കപ്പലുകളൊക്കെ എവിടെ പോയി? അമേരിക്ക പേടിച്ചതൊക്കെ വലിച്ചുകൊണ്ട് പോയോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇറാൻ്റെ ഈ പറയുന്ന തന്ത്രപരമായ വജ്രായുധം അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം ഇറാൻ പ്രയോഗിച്ചു എന്ന് പറയുന്നത്. ഈ എണ്ണയിൽ പിടിച്ച് ചർച്ച മുന്നോട്ട് പോയാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് നിർത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. ഞങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇറാനെ യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, അധികം വൈകാതെ അമേരിക്കയോട് സൈനിക താവളങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയേണ്ടി വരും ഇറാൻ ഈ വിധത്തിൽ ആക്രമിച്ചാൽ. അതാണ് ഈ യുദ്ധം ഇനിയും നീണ്ടു പോകും തോറും ഇറാനെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ പരമോന്നത നേതാവടക്കം പ്രധാനികൾ എല്ലാവരും മരിച്ചു. ഇനി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. അവർ രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ്. രക്തസാക്ഷിത്വം വരിച്ച് ഷഹീദായി സ്വർഗത്തിൽ പോകുക എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞാൽ വരൂ, ചെയ്യൂ എന്നാണ് അവർ പറയുക. നമുക്ക് പോരാടാം എന്ന് പറയും. അത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാൻ എവിടെയും ഒത്തുതീർപ്പിൻ്റെ സ്വരം എടുക്കുന്നില്ല, ചർച്ചകൾക്ക് പോകുന്നില്ല, ആരുമായും ഒരു തരത്തിലുള്ള മീഡിയേഷൻസും നടത്തുന്നില്ല. ഞങ്ങൾ ചർച്ചയ്ക്കില്ല, നിങ്ങൾ റെഡ് ലൈൻ ക്രോസ് ചെയ്തു എന്നാണ് അമേരിക്കയോട് പറയുന്നത്. നിങ്ങൾ റെഡ് ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് പറഞ്ഞാൽ അടിക്കുകയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ഇറാൻ സമ്മർദ്ദതന്ത്രങ്ങൾ പരീക്ഷിക്കും. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തും, ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തും. അവർക്ക് എത്രത്തോളം പരമാവധി നാശനഷ്ടങ്ങൾ എവിടേക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റം അവർ ചെയ്യും. അതാണിപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നു അതിര് കടന്നിരിക്കുന്നു ഇറാൻ എന്ന. അതിപ്പോൾ എന്തർത്ഥത്തിൽ എടുക്കാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അല്ല, ഇത് നേരെ തിരിച്ചും സംഭവിക്കും. അതായത് ഇറാൻ ഉദ്ദേശിക്കുന്നത് അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഇറാൻ കരുതുന്നത്. പക്ഷെ അതേസമയം തന്നെ അമേരിക്ക കരുതുന്ന മറ്റൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇറാൻ അറബ് രാജ്യങ്ങളെ മാക്സിമം അടിക്കട്ടെ, നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയും.
അപ്പോൾ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് കുറെ കൂടി വേഗത്തിൽ അമേരിക്കയ്ക്ക് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു NOC കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ UAEയും സൗദിയും ബഹ്റൈനും ഖത്തറും ഒക്കെ പറയുന്നത് ഞങ്ങളുടെ ഭൂമിയിലെ, അതായത് സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ ഈ രാജ്യങ്ങളിൽ 8 അറബ് രാജ്യങ്ങളിലുള്ള സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്ക ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലാണ്. ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് ജോർദാനിൽ നിന്ന് വിമാനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും പരിപൂർണമായൊരു യുദ്ധം ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നില്ല. അത് അവർ സമ്മതിക്കാത്തതുകൊണ്ടുമായിരിക്കാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതകളുണ്ട്. കാരണം ഈ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്, എന്നാൽ ഉപയോഗിക്കാൻ അറബ് രാജ്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈനിക കേന്ദ്രങ്ങളല്ലാതെ അറബ് രാജ്യങ്ങളിലെ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിന് പിന്നിൽ മൊസാദാണ്. അതായത് ഇറാനെയും അറബ് രാജ്യങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി മൊസാദ് ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തുന്ന ഗെയിം പ്ലാനാണ് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഇറാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെതിരെ തിരിയും, ഇറാനെ ഒറ്റപ്പെടുത്തി അടിക്കും എന്ന് കരുതുന്ന അമേരിക്കയുടെ ഒരു യുദ്ധതന്ത്രമുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇറാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അതായത് ഞങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം വരുമെന്ന് വിചാരിക്കുന്നു. അമേരിക്കയാകട്ടെ ഇറാൻ പരമാവധി ആക്രമിച്ച് ഗൾഫ് രാജ്യങ്ങളെ തകർക്കട്ടെ, നമുക്കൊന്നും നഷ്ടമില്ലല്ലോ, നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ സുരക്ഷിതമാക്കും, ബാക്കി ജനവാസ കേന്ദ്രത്തിൽ എവിടെയെന്ന് വെച്ച് അടിച്ചോട്ടെ, അത് അവർ തമ്മിലുള്ള സ്പർദ്ധയായിരിക്കും, അതിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്കതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് നോക്കി നിൽക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ അങ്ങേയറ്റം നഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ ആത്യന്തികമായിട്ട് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇതിന് കാരണക്കാരാരാ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് മര്യാദയ്ക്ക് പോയിരുന്ന ഈ പശ്ചിമേഷ്യയെ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ആശങ്കയുടെയും യുദ്ധത്തിൻ്റെയും മുൾമുനയിൽ കൊണ്ടു നിർത്തിയ, യുദ്ധം ആരംഭിച്ച് ഈ വിധം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അറബ് രാജ്യങ്ങളുടെ മൂട്ടിൽ പോലും തീ കൊടുത്ത വിധത്തിൽ ഈ ഇത്രയും വഷളാക്കിയതാരാണ്? ഇറാനാണോ? ഇത് തുടങ്ങി വെച്ചതാരാ? അമേരിക്കയല്ലേ? ഇസ്രായേലല്ലേ? അവർ കാരണം എന്താ പറയുന്നത്? അമേരിക്ക പറയുന്നു ഇസ്രായേലിന് ഭീഷണി ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ലോകക്രമത്തിൽ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി ആക്രമിക്കാൻ കഴിയുക? ഇത് നാളെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുത്താൽ എന്ത് ചെയ്യും? നാളെ ഒരു രാജ്യം പറയുകയാണ് ഇസ്രായേലിൻ്റെ വളർച്ച ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ഒരു രാജ്യം ഇസ്രായേലിന് നേരെ ആക്രമിച്ചാൽ അത് അമേരിക്ക അംഗീകരിക്കുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നിങ്ങളുടെ വളർച്ച ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ആക്രമിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ചൈന ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വളർന്നു വരുന്നത് ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ചൈന ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കുന്ന നിലയിലേക്കാണ് അമേരിക്ക പോകുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക്. പക്ഷേ ഇത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം അമേരിക്കയിൽ ഇപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം, പ്രതിരോധപരമായിട്ട് അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്നു, നിരന്തരമായ യുദ്ധം, ഇനി എണ്ണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോളർ കൂപ്പുകുത്തുന്ന സാഹചര്യം അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടുണ്ടാകും എന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതൊരു പ്രവിശ്യ യുദ്ധമായി, ഇറാൻ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രാദേശിക യുദ്ധമായി, മേഖലാ യുദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതിനിടയിൽ ഒരു ചൈനീസ് ചരിത്രകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ജിയാങ് ഷൂ എന്നാണ്. അദ്ദേഹം ഈ പ്രഡിക്റ്റീവ് തിയറീസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുകയും പ്രവചനങ്ങൾ നടത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ വരുമെന്നായിരുന്നു, അത് നടന്നു. അതിനുശേഷം ഇറാനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു, അതും നടന്നു. പക്ഷേ അദ്ദേഹം അവസാനത്തെ പ്രവചനത്തിൽ പറയുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നാണ്. അതൊരു പ്രവചനമാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും വിജയിച്ചതാണ്. ഇതിപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം അദ്ദേഹം ഈ പറയുന്ന ഗണിതശാസ്ത്രത്തിലെ ഗെയിം തിയറിയും ഭൗമരാഷ്ട്രീയവും ചരിത്രവും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക ഫോർമുലയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫലവത്താകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക ഈ യുദ്ധത്തിൽ തോൽക്കുമോ, ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ തോൽക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഇറാനെ അത്ര പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ കഴിയില്ല. ഇറാൻ്റെ ജനത മുഴുവൻ ആ ഭരണകൂടത്തിന് അനുകൂലമാണ്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അനുകൂലമാണ്, അമേരിക്കൻ ഭരണകൂടത്തിനെതിരെയാണ്, സാമ്രാജ്യത്വത്തിനെതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ജനതയ്ക്കെതിരെ മുഴുവൻ യുദ്ധം ചെയ്ത് എളുപ്പത്തിൽ അങ്ങനെ ഇറാൻ പിടിച്ചെടുക്കാമെന്നുള്ള അമേരിക്കൻ വ്യാമോഹം നടക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ചർച്ചകൾ പോകുന്നത്. എന്തായാലും ഈ യുദ്ധം വളരെ പെട്ടെന്ന് നിർത്താൻ സാധിക്കുകയില്ല. ഇനി അമേരിക്ക പിന്മാറിയാലും ഒരു കാരണവശാലും ഇറാൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് തീർത്തു പറഞ്ഞതോടെ ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക് അമേരിക്കയും മാറിയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം.